ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവുകയാണ്. 1 ഡേ ട്രിപ്പ്, ഭയങ്കര വലിയ ട്രിപ്പൊന്നുമല്ല, ജസ്റ്റ് ട്രിവാൻഡ്രം 1 ഡേ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫാമിലി വ്ളോഗാണ്, ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ വീട്. ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അമ്മ റെഡിയായി നിൽക്കുന്നു, പിള്ളേർ രണ്ടും റെഡി ആയിട്ടുണ്ട്. ബാഗൊക്കെ ഇനി അവിടെ നിന്ന് എല്ലാവരും കൂടി പിക്ക് ചെയ്ത് ഞങ്ങൾ 2 വണ്ടിയിലായിട്ടായിരിക്കും പോകുന്നത്. ഹലോ ഹലോ സാനി, ഇതുണ്ട് സാനി. ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു ചാനൽ. അങ്ങനെയല്ല, ഹലോ ഗായ്സ്, അവിടെ നിങ്ങൾ ശിവാനി പറ, അപ്പൊ നമ്മൾ എവിടെ പോന്നേ? ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓക്കേ, എപ്പോഴും അതേ ഉള്ളൂ. ജഡായുപ്പാറ കണ്ടോ, ജഡായു. അപ്പോൾ ചെറുപങ്കലം വഴി പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ജഡായുപ്പാറ റോഡ് സൈഡ് കാണാൻ പറ്റും. ഞാനൊരു ട്രിപ്പ് പോയിട്ടുള്ളതാണ്, ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി രാജ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡാണ്. നമ്മൾ എപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നാലും മെയിനായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ രാജ തട്ടുകട. ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫാമിലി, ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡ് കടയാണ്. അങ്ങനെ അവിടെ കയറി നല്ല അടിപൊളി ഊണും ഫിഷ് ഐറ്റംസ് ഒരുപാടുണ്ടാവും. ഞങ്ങൾ മെയിനായിട്ട് വാങ്ങിയത് തലയാണ്, ഒരു വലിയ മീനിൻ്റെ തലയായിരുന്നു, വലിയ തലയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അത് ഷെയർ ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ ചെമ്മീൻ ഫ്രൈയും അങ്ങനെ എന്തൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്ര ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് മുൻപേ പറഞ്ഞപ്പോൾ നമുക്ക് 2 ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് പ്ലാൻ നമുക്ക് നേരെ റൂമിലെത്തുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ബാക്കി ഞങ്ങളപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ കോവളത്തേക്കാണ് പോകുന്നത്. കോവളത്തേക്ക് ആൾറെഡി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നിപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ അന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു 3 മണിയല്ല, ഞങ്ങൾ അതിന് മുന്നേ എത്തി. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുക, അന്ന് ഫുൾ അവിടെ സ്റ്റേ, അതിന് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുക, പിറ്റേന്ന് ഇറങ്ങുക. അതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങളായിരുന്നു ആദ്യമേ റിസോർട്ടിലെത്തി. ചേച്ചിയൊക്കെ ബാക്കി വരുന്നുണ്ട്. പിള്ളേർ 3 ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി റിസോർട്ടിലെ വിശേഷങ്ങൾ കാണാം, റൂം കാണാം. ചാനലല്ല, വെൽക്കം ടു റൂം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂമായിരുന്നു. എല്ലാ റൂമും ഞങ്ങൾ 3 റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾക്കൊരു റൂം, പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു റൂം, ചേച്ചിക്കും ചേട്ടനും ഒരു റൂം. അപ്പം എല്ലാം ഒരേപോലത്തെ സെയിം റൂംസാണ്, നല്ല സ്പേസ് ഉള്ള റൂമാണ്. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നമുക്ക് സീ ഫേസ് അല്ല റൂം എടുത്തേക്കുന്നത്, എന്നാലും അവിടുന്ന് സൈഡിൽ നിന്ന് റൂമിൻ്റെ സൈഡിൽ നിന്ന് കാണാമായിരുന്നു. വന്ന് കുറച്ച് നേരം ഡ്രസ്സൊക്കെ കഴിഞ്ഞു. ഇതാണ് പപ്പയുടെ അമ്മയുടെ റൂമാണ്. ഇവിടെ സെയിം, ഞാൻ പറഞ്ഞില്ല എല്ലാ റൂമും സെയിം ആണ്. അപ്പം അവരിതേ പിള്ളേരവിടെ വന്നിട്ട് കാർട്ടൂൺ ഇട്ട് വെച്ചോട്ട് കിടപ്പുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞു, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കടലിലും പൂളിലൊക്കെ പോകാൻ വന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഇതേ ചേച്ചി അവിടെ ഒരു കോഫി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എല്ലാം തെറ്റിയിരിക്കുക. ആദ്യമേ തന്നെ പൂളിച്ചാടി. കാരണം എന്താണെന്ന് വെച്ചാൽ കടൽ ഭയങ്കര റഫാണ്. അപ്പോൾ ഈ കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര തിര, ഒരു വല്ലാണ്ട് വലിയ തിരകളൊക്കെ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കടലിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അമ്മ അതേ സൈഡിലിരുന്ന് നല്ല കടൽക്കാറ്റൊക്കെ കൊണ്ട് അവിടെ കടലൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കുക, പിള്ളേരെ പിടിച്ച് മുക്കുന്നതിനാണ്. ശിവാനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അത്യാവശ്യം നല്ല ആഴുള്ള ചേച്ചികളൊക്കെ മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൾ ഇറങ്ങി. ആദ്യമേ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ മോൾക്ക് പിന്നെ ഒരു പേടിയില്ലാത്തതുകൊണ്ട് ഇതേ മുങ്ങി കുത്തി പൊങ്ങുന്നുണ്ടായിരുന്നു, കണ്ടോ. അച്ഛനും മോളും കൂടി നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. വെള്ളത്തിൽ മുക്കിയൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിപൊളിയാക്കുന്നു. എന്തോ
ഒന്നുകൂടി മുങ്ങിക്കാണ്. പപ്പയ്ക്ക് ആ കാറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദേ പിള്ളേർ എല്ലാവരും പൂളിൽ നിന്നൊക്കെ കയറിയിട്ട് ദേ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഹായ് പറയൂ. പിന്നെ അല്ല അപ്പോൾ അത് നൈറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ നടക്കാൻ ഇറങ്ങി. എല്ലാവരും റിസോർട്ടിന് താഴെയായിട്ട് ഇങ്ങനെ ബീച്ച് സൈഡിൽ കൂടി നമുക്കിങ്ങനെ നടക്കാൻ പറ്റും. കടലിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കടൽ ഭയങ്കര റഫാണ്, നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുമല്ല മറ്റേ കപ്പലിൽ നിന്ന് പോയ സാധനങ്ങളുടെയൊക്കെ കുറച്ച് ഇതൊക്കെ വന്ന് സൈഡിൽ അടിഞ്ഞതും ഒക്കെ അങ്ങനെയൊക്കെ വാരിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ അവിടെ ആ വൈറ്റ് കടലിൻ്റെ സൈഡ് വൈറ്റ് കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ സംതിങ് വന്ന് അടിഞ്ഞതാണ്. കുറേയൊക്കെ അവർ വാരി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കുറേശ്ശെ വന്ന് ആ സൈഡിൽ ഫുള്ള് കണ്ടോ, നടക്കുന്ന സൈഡ് ഫുള്ള് ഇങ്ങനെ. അതുകൊണ്ട് കടലിലേക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. നമ്മളിങ്ങനെ സൈഡിൽ കൂടി നടന്നു അങ്ങ് ദൂരെ കാണുന്ന ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടെ ഏകദേശം അടുത്ത് വരേക്കും നമുക്കിങ്ങനെ നടക്കാം. ഞങ്ങളങ്ങനെ ഫുള്ള് നടന്നിട്ടുണ്ടായിരുന്നു. ഈ നടക്കുന്ന സൈഡിലുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട്. അവിടെ ഫിഷസ് ഒക്കെ വെച്ചിട്ട് അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ ഇങ്ങനെ നമുക്ക് റേറ്റ് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് അവർ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ ഇവിടെ എവിടുന്നേലും ഇന്ന് നൈറ്റത്തെ ഫുഡ് ഇവിടെ എവിടുന്നേലും കഴിക്കാം, നമുക്ക് ലൈവായിട്ട് ഏതെങ്കിലും ഒരു ഫിഷ് എടുത്ത് അത് പൊള്ളിപ്പിച്ച് കഴിക്കാം, അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ആദ്യമേ തന്നെ ഫിഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മുടെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഫിഷ് അത്യാവശ്യം എനിക്ക് കിലോ ഓർമ്മയില്ല, അത്യാവശ്യം നല്ല kg ഉള്ള ഫിഷായിരുന്നു. 2000 സംതിങ് റേറ്റ് ആവും എന്ന് പറഞ്ഞു. നമുക്കത് ഫുള്ളായിട്ട് വാഴയിലയിൽ പൊള്ളിച്ച് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള റെസ്റ്റോറൻ്റാണ്. കണ്ടോ, നല്ല ക്യാൻഡിൽ ലൈറ്റൊക്കെ വെച്ചിട്ട്. ഫുഡ് വരാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കുക്കായി വരേണ്ട ഒരു സമയമുണ്ടല്ലോ, ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബില്ല് കിട്ടിയപ്പോഴാണ് നല്ല പണിയാണ്. ഇമാതിരി അറുത്ത് ക്യാഷ് വാങ്ങുന്നത് ഫുഡിൻ്റെ പേരിൽ. സത്യമായിട്ടും ബില്ല് കണ്ട് ഞെട്ടിപ്പോൾ. ഒരു പൊറോട്ടയ്ക്കൊക്കെ 50 രൂപയാണ് എടുത്തിരുന്നത്. ആകെ 3 പൊറോട്ട കഴിച്ചപ്പോൾ 150 രൂപയായി. 6 നാനോ എന്തോ ആണ് ഞങ്ങൾ കഴിച്ചത്. അത്രയും കഴിച്ചപ്പോൾ തന്നെ 700 സംതിങ് രൂപയായി. ഫിഷ് ആൾറെഡി ഞങ്ങൾ പറഞ്ഞതായിരുന്നു റേറ്റ്. ബാക്കിയല്ല, അതുകൊണ്ട് ഇത്ര ആൾക്കാർ ഫുഡ് കഴിച്ചു 3230 രൂപ. 3 പൊറോട്ടയ്ക്കൊക്കെ 50 രൂപ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. എന്ത് വലിയ തട്ടിപ്പാ അല്ലേ, വല്ലാത്തൊരിറക്കലായി. ആദ്യമാണ് ഫുഡിൻ്റെ പേരിൽ ഇങ്ങനെ വരുന്നത്. പിന്നെ നൈറ്റ് വന്ന് കിടന്നുറങ്ങി. രാവിലെ 8 to 10 ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടൈം. നമുക്കവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് റിസോർട്ടിലുണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങളങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് രാവിലെ തന്നെ വീണ്ടും പുളിച്ചാടി. ഇത്തവണ പപ്പ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഇറങ്ങിയപ്പോൾ പപ്പ ഇറങ്ങിയിട്ടുണ്ടല്ലായിരുന്നു. ഇന്ന് പപ്പ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ. പപ്പയ്ക്ക് നീന്താൻ അറിയുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ട് പപ്പ നീന്തുന്ന കണ്ടൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. എൻ്റെ ചേട്ടൻ എന്തിനാണെന്ന് അറിയത്തില്ല, ഇതേ ആ റിങ് ഇട്ടുകൊണ്ട് നീന്തുന്നുണ്ട്. അതിലെങ്ങനെയുണ്ട് നീന്താൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ചേച്ചിയും ചേട്ടനും പിന്നെ ശിവാനിക്ക് ഇന്ന് രാവിലെ വീണ്ടും പേടി തുടങ്ങി വെള്ളത്തിലിറങ്ങാൻ. പേടിയാണ്. അങ്ങനെ അതിൻ്റെ ബഹളമാണ് അവിടെ ബാക്കിൽ നടക്കുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളിയായിരുന്നു. പപ്പയും കൂടി ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പപ്പ ഇറങ്ങുമെന്ന്. പപ്പ ഇങ്ങനെ ഇരുന്നിട്ട് എന്നാൽ ഞാനും കൂടാമെന്ന് പറഞ്ഞ് പപ്പ ഇറങ്ങി. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അവിടെ ഭയങ്കര. പിന്നെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളത്തിൽ ഇറങ്ങാത്ത. അമ്മയടുത്ത് ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, സാരിയൊക്കെ നനഞ്ഞാലും വാ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇറങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല.
നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് 12 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത്. ഏകദേശം 12:30 ആയി ഇറങ്ങിയപ്പോഴത്തേക്ക് രാവിലെ പൂളിലൊക്കെ ഇറങ്ങി അങ്ങ് ലേറ്റായിപ്പോയി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങളിന്ന് ചെക്കൗട്ട് ചെയ്തു. അവിടുന്ന് നേരെ പോയി ലഞ്ച് കഴിച്ചു. അതിനുശേഷം അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നേരെ വീട്ടിലേക്കാണ് പോകുന്ന വഴിക്ക് പിന്നെ ഒരു ചായ കുടിച്ചു. ചായക്കടയിലെ തിരക്കും, ഭയങ്കര തിരക്കുള്ളൊരു ചായക്കട റോഡ് സൈഡിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് കണ്ടോ, നല്ല തിരക്കായിരുന്നു. അടിപൊളി ചായയും കുറേ പൊരിപ്പും സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ ഇന്ന് റോഡ് സൈഡിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അമ്മയും പിള്ളേരും കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ 3 നല്ല ഉറക്കമാണ്. പിന്നെ അമ്മയുടെ മടിയിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അമ്മ ഇറങ്ങിയില്ല. അമ്മയ്ക്ക് ചായ ഞങ്ങൾ അതിനകത്തേക്ക് കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീട്ടിലേക്ക് ഏകദേശം സന്ധ്യയൊക്കെ ആവാറായപ്പോഴത്തേക്ക് വീട്ടിലെത്തി. പിറ്റേന്ന് സ്കൂൾ ഉറപ്പാണ്. 9-ാം തീയതി ജൂൺ 9 മോളാണെങ്കിൽ എൻ്റെ മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്, ക്ലാസ്സിന് പോവുകയാണ്. എങ്ങനെയൊന്നും ഒന്നും അറിയിട്ടില്ല. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അതായിരിക്കും വരുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അറിയാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.